എക്കാന സ്റ്റേഡിയത്തിലെ ഡൽഹി ലക്നൗ മത്സരശേഷം വൈറലായ ഒരു ചിത്രമാണിത്. തന്റെ ആത്മമിത്രമായ അക്സർ പട്ടേലിനോട് സംസാരിക്കുന്നതിനിടയിൽ അക്സറിന്റെ ഡൽഹി ജേഴ്സിയിലെ ബാഡ്ജിൽ ഉമ്മ വെക്കുന്ന ലക്നൗ നായകൻ ഋഷഭ് പന്തിന്റെ ചിത്രം. 2 ദിവസം മുമ്പ് പുറത്തു വന്ന ഖലീൽ അഹമ്മദിന്റെ ചെന്നൈ ജേഴ്സിയിൽ ഉമ്മ വെക്കുന്ന രവീന്ദ്ര ജഡേജയുടെ ചിത്രത്തിനേക്കാൾ ഈ ഫോട്ടോ ചർച്ചയാവുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരൽപ്പം വൈഡ് ആംഗിളിൽ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ അതിന് ഉത്തരം കിട്ടും. ഇരുവർക്കും തൊട്ടുപിന്നിൽ ഈ കാഴ്ചയും കണ്ട് മുൻ ലക്നൗ നായകനായ KL രാഹുൽ നിൽപ്പുണ്ട്. ഋഷഭ് പന്ത് എന്തുകൊണ്ട് ഡൽഹി ബാഡ്ജിൽ ഉമ്മ വെച്ചുവെന്ന് ആ ഒരൊറ്റ നിമിഷം തന്നെ രാഹുലിന്റെ മനസ്സിലൂടെ കടന്നുപോയി കാണണം. 2024 മെയ് 8 ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അന്ന് ലക്നൗ ആതിഥേയരായ ഹൈദരാബാദിനെ നേരിടുന്നു. 20 ഓവറിൽ ലക്നൗ ഒപ്പിച്ചെടുത്ത 165 റൺസ് ടോട്ടലിലേക്ക് ഹൈദരാബാദ് അനായാസം നടന്നു കയറി. വെറും 9.4 ഓവറിൽ 10 വിക്കറ്റ് ബാക്കി നിൽക്കെ നേടിയ ഒരു ഗംഭീര വിജയം. പക്ഷേ ആ വലിയ തോൽവിയേക്കാൾ ലക്നൗ നായകൻ KL രാഹുലിനെ നാണം കെടുത്തിയ മറ്റൊരു സംഭവം അന്ന് അരങ്ങേറി. മത്സരശേഷം ബൗണ്ടറി വരക്കരികിൽ വന്ന് ടീം ഉടമസ്ഥൻ സഞ്ജീവ് ഗോയങ്ക രാഹുലിന് നേരെ കയർത്തു. ചുറ്റുമുണ്ടായിരുന്ന ക്യാമറ കണ്ണുകളൊക്കെയും ഒന്നും വിടാതെ അത് ഒപ്പിയെടുത്തു. ഗോയങ്ക പറഞ്ഞു തീരുവോളം രാഹുൽ യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവിടെ തന്നെ തുടർന്നു. അന്ന് ആ മത്സരത്തിൽ കമന്റേറ്ററായിരുന്ന മുൻ ദക്ഷിണാഫ്രിക്കൻ താരം ഗ്രെയിം സ്മിത്ത് അപ്പോൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഒരു ഉടമ അയാളുടെ ടീമിനെ കുറിച്ച് വളരെ പാഷനേറ്റ് ആയിരിക്കും. ടീം തോറ്റതൊരു പക്ഷേ അയാളെ വികാരഭരിതനാക്കിയേക്കാം. പക്ഷേ ഇത്തരം സംഭാഷണങ്ങൾ നടക്കേണ്ടത് അടച്ചിട്ട മുറികളിലാണ്. ഗ്രൗണ്ടിൽ ഒരുപാട് ക്യാമറകളുണ്ടെന്നും അവർ ഒരു ദൃശ്യവും മിസ്സാക്കില്ലെന്നും മനസ്സിലാക്കണം, സ്മിത്ത് അന്ന് പറഞ്ഞു നിർത്തി. പക്ഷേ 2 വർഷങ്ങൾക്ക് ഇപ്പുറവും സ്മിത്തിന്റെ ആ വാക്കിന് അന്നത്തേതുപോലെ തന്നെ ഇന്നും പ്രാധാന്യമുണ്ട്. ഇക്കുറി കഥയിൽ പുതിയ നായകൻ വന്നു എന്നേ ഉള്ളൂ. വില്ലൻ പഴയ സഞ്ജീവ് ഗോയങ്ക തന്നെ. 27 കോടി കൊടുത്ത് താൻ ടീമിലെത്തിച്ച് ഋഷഭ് പന്തിന് നേരെ ഡൽഹിക്കെതിരായ മത്സരശേഷം ഗോയങ്ക കയർക്കുന്ന ദൃശ്യങ്ങൾ അതിന്റെ ബാക്കിപത്രമാണ്. ഒരു വേള 26-4 എന്ന നിലയിൽ നിന്ന മത്സരം ഡൽഹി തിരിച്ചുപിടിച്ചതും ഓപ്പണറായി ഇറങ്ങിയ പന്ത് 7 റൺസ് മാത്രം എടുത്ത് പുറത്തായതുമൊക്കെ ഒരുപക്ഷെ ഗോയങ്കയെ ചൊടിപ്പിച്ച് കാണണം. എന്നാലും ലേലത്തിൽ കൊടുത്ത് 27 കോടി ഋഷഭ് പന്ത് എന്ന താരത്തിന്റെ ആത്മാഭിമാനത്തിനിട്ട വിലയായി ഗോയങ്ക കരുതരുത്. കഴിവും കഠിന പരിശ്രമവും കൊണ്ട് അയാൾ പടുത്തുയർത്തിയ ഒരു കരിയറിനെ മുതലാളിത്ത ചട്ടക്കൂടിനുള്ളിലിട്ട് ചവിട്ടി മതിക്കരുത്. സോഷ്യൽ മീഡിയയിൽ ഗോയങ്കയ്ക്കെതിരെ അങ്ങനെ പല പ്രതികരണങ്ങളും ഉയർന്നു. ടൂർണമെന്റിൽ വെറും 1 മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് അനാവശ്യമായൊരു വഴക്കാണ്. മുൻ ഇംഗ്ലീഷ് താരവും നിലവിൽ IPL കമന്റേറ്ററുമായ മൈക്കിൾ വോഗൻ ഈ സംഭവത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: കാര്യം കൈവിട്ടു പോകുന്നത് കണ്ടയുടൻ ലക്നൗ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ കാണുന്നതെല്ലാം സത്യമായിരിക്കണമെന്നില്ല എന്ന ക്യാപ്ഷനോടുകൂടി പുറത്തു വന്നൊരു വീഡിയോ. മത്സരശേഷം സഞ്ജീവ് ഗോയങ്കയും മകനും ഉൾപ്പെടെയുള്ളവരോട് ചിരിച്ചും കളിച്ചും ഋഷഭ് പന്ത് സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളായിരുന്നു അത്. ഒരൊറ്റ സീൻ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കുള്ള കൃത്യമായൊരു മറുപടി കൂടിയായിരുന്നു ആ വീഡിയോ. ലക്നൌവിന് മുമ്പ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിലും ടീം ക്യാപ്റ്റനുമായി ഗോയങ്കയ്ക്കുണ്ടായിരുന്ന അതിർത്തികൾ പരസ്യമായ രഹസ്യമായിരുന്നു. ഇന്ത്യയുടെ ഇതിഹാസ നായകൻ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു അന്ന് ഗോയങ്കയുടെ ഇര. ആദ്യ സീസണിൽ ടീം 7ാമത് ഫിനിഷ് ചെയ്തപ്പോൾ ധോണിക്ക് പകരം സ്റ്റീവ് സ്മിത്തിനെ നായകനാക്കിയത് അന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2024 രാഹുലുമായി നടന്ന സംഭവ വികാസങ്ങൾ ക്രിക്കറ്റ് സർക്കിളിനെ ഒന്നാകെ ഗോയങ്കയ്ക്കെതിരെ തിരിച്ചു. 3 സീസണിനപ്പുറം കൂടുതൽ ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് ലക്നൗ വിട്ട രാഹുൽ നായകസ്ഥാനമെല്ലാം മാറ്റിവെച്ച് ഡൽഹി കുപ്പായത്തിൽ കളിക്കാൻ തുടങ്ങി. എക്കാന സ്റ്റേഡിയത്തിലേക്കുള്ള തന്റെ മടങ്ങിവരവിൽ മാച്ച് വിന്നിംഗ് നോക്ക് നടത്തിയതും പിന്നീട് ഗോയങ്കയോട് സംസാരിക്കാനൊന്നും നിൽക്കാതെ ഒരു ഐസ് കോൾഡ് വാക്ക് നടത്തിയതുമെല്ലാം കഴിഞ്ഞ സീസൺ IPLന്റെ ഓർമ്മകളാണ്. ISLലെ ഏറ്റവും സക്സസ്ഫുൾ ഫ്രാഞ്ചൈസികളിലൊന്നായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഉടമസ്ഥനായ ഗോയങ്കക്ക് ഫുട്ബോളിലെ അതേ വിന്നിംഗ് ഇക്വേഷൻ ക്രിക്കറ്റിലും നടപ്പാക്കണമെന്ന അമിത ഭ്രമമാണ്. അതാണ് അയാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഡൽഹി ലക്നൗ മത്സരശേഷം ഒരു ക്രിക്കറ്റ് ആരാധകൻ എക്സിൽ കുറിച്ച വാക്കുകളാണിത്. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് മറ്റൊരാൾ ഇങ്ങനെ കുറിച്ചു: IPLലെ ടീം ഉടമസ്ഥർക്ക് പ്രീതി സിന്റെ ഒരു പാഠപുസ്തകമാണ്. ടീമിലെ ഒരു കളിക്കാരനോട് എങ്ങനെ പെരുമാറണമെന്ന് ഗോയങ്ക അവരെ കണ്ടുപഠിക്കട്ടെ. ശരിയാണ്, കളിക്കാരോടുള്ള പെരുമാറ്റം എങ്ങനെ വേണമെന്ന് സഞ്ജീവ് ഗോയങ്ക പ്രീതി സിന്റെ കണ്ടുപഠിക്കണം. കഴിഞ്ഞ 18 വർഷക്കാലമായി പഞ്ചാബ് ഫ്രാഞ്ചൈസിയുടെ ഉടമസ്ഥതയിലുള്ള സിൻഡ ഒരു തവണ പോലും തന്റെ കളിക്കാരോട് മുഖം കറുപ്പിക്കുന്നത് ആരും കണ്ടിട്ടില്ല. സ്വന്തം കളിക്കാരോട് മാത്രമല്ല, എതിർ ടീമിലെ കളിക്കാരോടും സ്നേഹത്തോടെ മാത്രമാണ് അവർ പെരുമാറിയിട്ടുള്ളത്. 18 വർഷത്തിനിടെ ടീം ഒരു കിരീടം പോലും നേടിയിട്ടില്ലെങ്കിലും അതിൻ്റെ യാതൊരു ദേഷ്യവും അവർ ആരോടും പ്രകടിപ്പിക്കാറില്ല. പറ്റാവുന്ന അത്രയും മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ നേരിട്ടെത്തി കണ്ട് ടീമിനൊപ്പം ജയത്തിലും തോൽവിയിലുമൊക്കെ ഒരുപോലെ നിലകൊള്ളുന്ന പ്രകൃതം. അതാണ് പ്രീതി സിന്റയോട് ക്രിക്കറ്റ് ആരാധകർക്ക് അത്ര ബഹുമാനം തോന്നാൻ കാരണം. ഇങ്ങനൊരു ഉടമസ്ഥനെ തന്നെയല്ലേ ഏതൊരു ടീമും ഏതൊരു താരവും ആഗ്രഹിക്കുന്നുള്ളൂ.